ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ചേറിൽ നിന്ന് അവന് കയറാൻ ഒരിക്കലും സമയമുണ്ടാകില്ല, അഥവാ മണ്ണിൽ നിന്ന് കയറാൻ അവന് നേരമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രഭാതങ്ങൾ വിരിയുമ്പോഴും ഇനി എന്താണ് ഇന്ന് ചെയ്യാനുള്ളത് എന്ന് ആലോചിച്ച് താടയ്ക്ക് കയ്യും കൊടുത്ത് അങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ടതായിട്ട് ഒരു ബുദ്ധിമുട്ടും കൃഷിക്കാരനില്ല. അവനെ സംബന്ധിച്ച് ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ചിന്തയാണ് അവനെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലെണീച്ച് അവൻ ദിനചര്യകളെല്ലാം പൂർത്തിയാക്കി ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് ഓരോ പണികളുടെയും ബാക്കി പത്രങ്ങൾ ചെയ്തു തീർക്കാനുള്ള ദ്രുതഗതിയിലുള്ള സഞ്ചാരമായിരിക്കും. ഇത് ഞാൻ കണ്ടുപഠിച്ചത് എൻ്റെ പിതാവിൽ നിന്നാണ്. അനേകം സ്ഥലങ്ങളും അനേകം കൃഷികളും ഉണ്ടായിരുന്ന എൻ്റെ പിതാവിൻ്റെ കൂടെ അത്തരം വേലകളെല്ലാം ചെയ്തു നടന്നിരുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ ഇന്ന് ആ അനുഭവ സമ്പത്തൊക്കെ വീണ്ടും ഓർത്തെടുക്കുകയാണ്. ജോലി കിട്ടി പുതിയ മേച്ചിൽപ്പുറം തേടി പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൃഷിയോടൊക്കെ വീണ്ടും ഒരു ആഭിമുഖ്യം എനിക്ക് തേടി വന്നു. ഉള്ള സ്ഥലത്ത് പരിമിതമായ സൗകര്യത്തിൽ ഞാൻ കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്നു. ഇടക്കാലം കൊണ്ട് അവയെല്ലാം നിന്നു പോയിരുന്നു. കൃഷിക്കാരെ സംബന്ധിച്ചൊരു പഴഞ്ചൊല്ലുണ്ട്, മലം പോകാൻ നേരത്ത് മാത്രം പറമ്പന്വേഷിച്ചാൽ പോരാ എന്ന്. അതിൻ്റെ രീതി മറ്റൊന്നാണ് പറയുന്നത്. എന്നാലും ഈ പഴഞ്ചൊല്ല് അർത്ഥവത്താകുന്നത് കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ്. കൃഷിക്കാർക്കാണ് അത് അർത്ഥവത്താകുന്നത്. കാരണം ഓരോ കൃഷിക്കും അനുയോജ്യമായ തരത്തിൽ കളമൊരുക്കുക എന്നുള്ള ഒരു പരിപാടി ആദ്യം മുതൽ ചെയ്തു വയ്ക്കണം. അരികക്കാട് വെട്ടി പണിയെടുക്കണം മക്കളെ എന്ന് പഴമക്കാർ, നമ്മുടെ കാരണവന്മാരൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ആ അനുഭവങ്ങൾ ഓരോന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കാരണവരൊക്കെ മരണപ്പെട്ടു പോയിട്ട് വർഷങ്ങളായി. എന്നാലും ആ ഓർമ്മകളും അനുഭവങ്ങളും ഒരിക്കലും നമ്മളിൽ നിന്ന് മറന്നു പോകില്ല. അതുകൊണ്ട് തന്നെ ആ തൊഴിലിടങ്ങളും അവർ ചെയ്തു പോന്നിരുന്ന തൊഴിലുകളും ഒരിക്കലും മറക്കുകയുമില്ല. ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഇന്ന് എൻ്റെ പണികൾ തുടരുന്നത്. കുറേ നാളുകളായിട്ട് വീടും പരിസരവും വൃത്തിയാക്കലും ചെടിപരിപാലനവും അതുപോലെ പക്ഷിമൃഗാദികളെയും താറാവും കോഴിയും ഒക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ആട്ടുംകൂടുകൾ യഥേഷ്ടം ഇരിപ്പുണ്ട്. 8 ആട്ടുംകൂടിൽ ഒരാട്ടുംകൂട് ഒരാൾക്ക് കൊടുത്തു. നിർബന്ധമായിട്ട് ചോദിച്ചത് കൊണ്ട് ഒരെണ്ണം കൊടുത്തു. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് 10 മുളകും തൈയൊക്കെ നടാൻ സ്ഥലം കിട്ടി. ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ ആട്ടുംകൂടുകളും മറ്റു കൂടുകളുമായി നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഇനിയുള്ള ആട്ടുംകൂടിൽ ഒരെണ്ണം ഇന്നങ്ങ് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. കാരണം ഒരാടിനെ വീണ്ടും വാങ്ങണമെന്നുള്ള ആഗ്രഹം കുറേ നാളുകളായിട്ട് എനിക്ക് കൂടി വരികയായിരുന്നു. 30 ആടുണ്ടായിരുന്ന ഞാൻ എല്ലാ ആടുകളും ഒന്നിച്ച് കൊടിയിറങ്ങി പോയപ്പോൾ വലിയ സങ്കടമായിരുന്നു. ഭാര്യയ്ക്കായിരുന്നു നിർത്താനാവാത്ത സങ്കടം. എൻ്റെ മണിക്കുട്ടിയും എൻ്റെ പൊന്നുവും എൻ്റെ കറുമ്പിയും എൻ്റെ മാളവും എൻ്റെ അപ്പവും എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞവൾ എപ്പോഴും കരയുമായിരുന്നു. ഇന്നും ഇടയ്ക്കിടയ്ക്ക് വിതുമ്പാറുണ്ട്. ആട്ടുംകൂടിലൊക്കെ ചെടിച്ചട്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കൂട് ഇന്ന് വൃത്തിയാക്കി ഈ പരിസരവുമൊക്കെ വൃത്തിയാക്കി പരിപാലിച്ചിട്ട് കഴിഞ്ഞാൽ ആടിനെ പലയിടത്തും അന്വേഷിച്ച് വച്ചിട്ടുണ്ട്. നല്ല ഇനം ഒരെണ്ണം കിട്ടിയാൽ കറവയുള്ള ഒരു ആടിനെ കിട്ടുമ്പോൾ ഉടനെ തന്നെ വന്ന് ആടിനെ കൊണ്ടുവന്നതിന് ശേഷം ഈ കൂടും പരിസരവും വൃത്തിയാക്കുകയും മെയിൻ്റനൻസ് നടത്തുകയും ചെയ്താൽ പോരാ. അതാണ് ഞാൻ കൃഷിക്കാരൻ്റെ ആദ്യമായി പറഞ്ഞത്, മലം പോകുമ്പോൾ പറമ്പന്വേഷിച്ചാൽ പോരാ എന്ന്. ഇത് ആദ്യമേ തന്നെ ചെയ്തു വയ്ക്കുകയാണ്. ആട്ടുംകൂട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ആട്ടുംകൂടുകളാണ്. ഈ ആട്ടുംകൂടൊക്കെ ഞാൻ ഒരാളെയും കൂട്ടി ഭൂരിഭാഗവും പണികളും ഞാൻ തന്നെ ചെയ്ത് മേച്ചിലിന് മാത്രമാണ് ഒരാളെ കൂട്ടിയത്. മേച്ചിലിന് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ആംഗ്ലർ അടിച്ച് അലൂമിനിയം ഷീറ്റ് കൊണ്ട് മേഞ്ഞു തരുകയും ചെയ്തു. ബാക്കി എല്ലാ പണികളും ആട്ടുംകൂടുണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിലവിലുള്ള കൂടുകളൊക്കെ എൻ്റെ നിർമ്മിതിയാണ്. ഇതിൽ ആദ്യകാലത്ത് ഒരു കൂട് സ്വന്തമായിട്ട് വാങ്ങിയതാണ്. ആദ്യമായിട്ട് ഒരു ആടിനെ വാങ്ങി, ഒരാടിനെയും ഒരു കുഞ്ഞിനെയും വാങ്ങുകയാണ് ചെയ്തത്. അന്നൊരു ആട്ടുംകൂടും വാങ്ങിയിരുന്നു. ആ കൂട് അപ്പുറത്തിരിപ്പുണ്ട്. ഈ കൂടുകളൊക്കെ ഞാൻ ഒരു പഴയ ചെറിയ പെരയുടെ മേച്ചിൽപ്പര മൊത്തമായി നമ്മുടെ ഒരു ബന്ധുക്കാരൻ വാങ്ങി തന്നതിൻ്റെ ഫലമായി അത് വീട്ടിൽ കൊണ്ടുവന്നിട്ടതിന് ശേഷം അതിൽ നിന്ന് നല്ല പീസുകൾ എടുത്തെടുത്ത് ഓരോ ദിനവും കുറേശ്ശെയായി പണി ചെയ്തുണ്ടാക്കിയ കൂടുകളാണിത്. എൻ്റെ സ്വന്തം നിർമ്മിതിയാണ് എന്ന് ഞാൻ അഹങ്കാരത്തോടെ തന്നെ പറയുകയാണ്.
വർഷങ്ങളായിട്ട് ഉള്ള കൂടാണ്. ഈ കൂട് തന്നെ 4 വർഷം കഴിഞ്ഞ കൂടാണ്. എല്ലാ കൂടുകളും 8 അടി 4 അടി വീതിയിലും നീളത്തിലുമുള്ള കൂടുകളാണ്. ഒരു കൂട്ടിൽ ഈ 2 ആടിനെ ഇടാൻ പാകത്തിന്. ഒരു കൂട്ടിൽ 4 എണ്ണം വരെ ഇടാവുന്ന സംവിധാനങ്ങളുള്ള കൂടുകളാണ്. എന്നാൽ ഞാൻ 2 ആടുകളെ മാത്രമാണ് ഒരു കൂട്ടിൽ ഇടാറുള്ളൂ. അപ്പോൾ 8 അടി കൂട്ടിൽ 4 ആടിനെ ഇടും. ചില കുഞ്ഞുങ്ങളെയൊക്കെയും കുട്ടികളെയുമൊക്കെ 4ഉം 5ഉം എണ്ണം ഒക്കെ ഇടാറുണ്ട്. അങ്ങനെ 30ഓളം ആടുകൾ ഉണ്ടായിരുന്ന വീടാണ് എൻ്റേത്. അതിൽ ഒന്നിനെയാണ് ഇന്നിപ്പോൾ ഞാൻ അടിച്ചു വാരി മെയിൻ്റനൻസ് നടത്താൻ തീരുമാനിച്ച് അങ്ങനെ പണി തുടങ്ങിയിട്ടുള്ളത്. രാവിലെ 9:30-ക്ക് ഭാര്യ പോയതിനു ശേഷം പണികൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു തലയ്ക്കിൽ നിന്ന് അകത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റി അങ്ങനെ ചൂലെടുത്ത് എല്ലാം അടിച്ചു വാരിയതിനു ശേഷം പല പട്ടികകളും ഇടയ്ക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്നും മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മെയിൻ്റനൻസ് നടത്തി റെഡിയാക്കിയിട്ടാൽ ആട് വരുമ്പോൾ ഉടൻ തന്നെ കൂട്ടിലേക്ക് കയറ്റി തീറ്റയും വെള്ളവും വച്ച് കൊടുത്താൽ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. താമസം വിന ആട് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പോൾ ആടിന് ഭയങ്കര വിലയാണ്. മാർക്കറ്റിൽ പോയി ആടിനെ ഞാൻ വാങ്ങാറില്ല. കാരണം മാർക്കറ്റിൽ വരുന്ന ആടുകൾ നമുക്ക് വിശ്വാസമായിട്ട് വാങ്ങാൻ കഴിയില്ല. എന്നാൽ വലിയ കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ വീടുകളിലുള്ള ആടുകളെ നമുക്ക് വാങ്ങുകയാണെങ്കിൽ 1-2 ദിവസം പോയി അതിൻ്റെ കറവയൊക്കെ നോക്കി അതിനെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അതിൻ്റെ മുലയ്ക്ക് നീരുണ്ടോ, ഇതെല്ലാം നോക്കി നമുക്ക് ആടിനെ വാങ്ങാൻ പറ്റും. അതുപോലെ തീറ്റ എടുക്കുന്നുണ്ടോ, എന്തൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവരോട് ചോദിച്ച് നമ്മളൊരാടിനെ വാങ്ങുമ്പോൾ ആ ആടിൻ്റെ അവരുടെ പരിസ്ഥിതി, അവർ വളർത്തിക്കൊണ്ടിരുന്ന രീതിയൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയില്ല. അതിൻ്റെ തീറ്റകളൊക്കെ പെട്ടെന്ന് മാറ്റിയാൽ അതിന് വയറിന് അസുഖം വരികയും പാല് നിന്നു പോവുകയും മുലയ്ക്ക് നീര് വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ആടിനെ 30ഓളം ആടുകളെ വളർത്തിയത് കൊണ്ട് അതിൻ്റെ പ്രസവമെടുപ്പും ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ എനിക്ക് നല്ല വൈഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രോസിംഗ് സമയങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ടതില്ല. ഇനി ആട് വന്നു കിട്ടിയാൽ മതി. ആടിനെ നല്ല ഇനം ആടുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി അങ്ങനെ കൂട് വൃത്തിയാക്കി ഏതാണ്ട് പകുതിയായി. അടിമുടി കൂടെ എല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി ചുറ്റുവട്ടത്തുള്ള കളകളും പുല്ലും ഒക്കെ ചെത്തി നന്നാക്കി മനോഹരമാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ 1-2 പട്ടികകളൊക്കെ പോയിട്ടുണ്ട്. അതും ഒന്ന് മാറ്റിയടിച്ച് ഭംഗിയാക്കിയിട്ട് ഡോറിന് ഒരല്പം ഓയിലൊക്കെ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആട് വരുമ്പോൾ സുന്ദരമായിട്ട് നമുക്ക് വള്ളിച്ചക്രവുമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് ഈ കൂട്ടിലേക്ക് കയറ്റാം. അതിനാണ് ഞാൻ ഇന്ന് രാവിലെ 9-ന് ശേഷം ഈ പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഓരോ ദിനവും കൃഷിക്കാരനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു ചേറിൽ നിന്ന് കയറാൻ നേരമില്ല എന്ന്. ഇത് കൂടാതെ നമുക്ക് എവിടെ നോക്കിയാലും ഇനി പണികളുണ്ട്. താറാവുകൾക്ക് തീറ്റ ഉണ്ടോ എന്ന് നോക്കണം, വെള്ളം വറ്റിയോ എന്ന് നോക്കണം, കോഴികൾക്ക് വ്യത്യസ്ത ഇനം തീറ്റകൾ തീർന്നോ എന്ന് നോക്കണം, അവരുടെ കൃത്യസമയത്ത് തീറ്റ കൊടുക്കണം, കുട്ടികൾക്ക് പ്രത്യേകം തീറ്റ കൊടുക്കണം, വെള്ളം പാത്രങ്ങൾ കൃത്യമായിട്ട് 1-2 കഴുകി വെള്ളം വെച്ച് അതിനകത്ത് ആരോഗ്യപരമായിട്ടുള്ള ഉണർവുള്ള മറ്റ് മരുന്നുകളും എല്ലാം ചേർത്ത് വെള്ളം കൊടുക്കണം. ഇങ്ങനെ അതുപോലെ പറമ്പും മുറ്റവും ഒക്കെ അടിച്ച് വൃത്തിയാക്കണം. ഇഷ്ടംപോലെ പണികളാണ്. അതുപോലെ ചെടികൾ നട്ടതെല്ലാം പരിപാലിക്കണം, നനയ്ക്കണം, പച്ചക്കറികൾക്ക് വളമിടണം, താറാവുകൾക്ക് വരുന്ന തീറ്റ പ്രത്യേകിച്ച് മീൻ വേസ്റ്റുകൾ കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തതിന് ശേഷം അത് കഴുകിയ വെള്ളം പച്ചക്കറികൾക്ക് ഒഴിക്കണം, സ്ലറി ഉണ്ടാക്കണം, സ്ലറി എടുത്ത് ഒഴിക്കണം എന്ന് വേണ്ട അനേകം പണികളാണ് നമുക്കുള്ളത്. ഇങ്ങനെ എന്തിനാണ് പണിയുന്നത് എന്ന് നിങ്ങൾ പലരും ചോദിച്ചേക്കാം. പക്ഷേ ഇങ്ങനെ പണിതില്ലെങ്കിൽ നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമ്പത്തും സൗകര്യങ്ങളുണ്ട്, പെൻഷനുണ്ട്, അത്യാവശ്യം സാമ്പത്തിക സൗകര്യങ്ങളുണ്ട്, യഥേഷ്ടം വീട്ടിൽ ഭക്ഷണ സാധനങ്ങളുണ്ട്. ഉണ്ടാക്കി യഥേഷ്ടം കഴിച്ചുകൊണ്ടിരിക്കുക, TV കാണുമ്പോഴും കുറിച്ചുകൊണ്ടിരിക്കുക, വലിയ പണികളൊന്നുമില്ലാതെ ഇങ്ങനെ അത്യാവശ്യം ഒന്ന് ടൗണിൽ പോയി തിരികെ വന്നു, എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നു, അതും കഴിച്ചു. അങ്ങനെ നമ്മൾ തടി വച്ചു, ഓരോ രോഗങ്ങൾ വന്നുകൊണ്ടിരുന്നു, നമ്മൾ രോഗത്തിനടിമയായി. നിക്കക്കള്ളിയില്ലാതെ നമ്മൾ മരണത്തിന് കീഴ്പ്പെടണം. നമ്മളിങ്ങനെ നമ്മളുടേതായ നമ്മുടെ പറമ്പിൽ പണിയുന്നതിന്, നമ്മുടെ പുര തുടയ്ക്കുന്നതിന്, നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നതിന്, പാത്രം കഴുകുന്നതിന്, ചെടികൾ നടുന്നതിന്, അത് പരിപാലിക്കുന്നതിന്, ഇതിനെല്ലാം നമ്മൾ എന്തിനാണ് നാണിക്കുന്നത്? നമ്മൾ നിരന്തരം ദിനചര്യ എന്നോണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല നിത്യേന, അതുപോലെ നമ്മൾ നിത്യേന അധ്വാനിക്കണം. ഇങ്ങനെ അധ്വാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും
നല്ല എനർജറ്റിക് ആവും. അത് നമ്മളെ സംബന്ധിച്ച് വലിയ ആരോഗ്യം പ്രദാനം ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകും, നല്ല വിശപ്പുണ്ടാകും, നല്ല ദാഹമുണ്ടാകും. ആഹാര നീഹാര നിദ്രകളെല്ലാം സുഖമായിട്ട് നല്ല സുഷുപ്തിയിലാണ്ട് സ്വപ്നങ്ങൾ കാണാതെ ആഴത്തിൽ ആണ്ടുറങ്ങാൻ കഴിയും. ഇതൊക്കെയാണ് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചും ക്ലാസ്സൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ പണികൾ ഓരോന്നോരോന്നായി പുരോഗമിക്കുകയാണ്. അവിടെ ആടുകൾക്ക് കയറാനുള്ള സ്റ്റെപ്പൊക്കെ കാലക്രമേണ മഴയും വെള്ളവും ഒക്കെ കുത്തിയൊലിച്ച് താന്നു പോയിരുന്നു. അതെല്ലാം ഒന്ന് ഇടയ്ക്ക് മാറ്റി ലെവൽ ചെയ്ത് തട്ടി നിരത്തി ലെവലാക്കി ആടുകൾക്ക് ഈസിയായിട്ട് കയറാൻ നടക്കലുണ്ടാക്കുകയാണ്. എന്ത് സന്തോഷമായിട്ടാണ് ഞാൻ ഈ പണികൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതല്ല. നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അനുഭവം ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുക എന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അഹങ്കാരത്തിനോ പൊങ്ങച്ചത്തിനോ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല. തന്നെയുമല്ല, ആട് ചത്തും പോകും. അത്രമാത്രം ആത്മാർത്ഥതയോടെയും പരിപാലനം അത്ര മനസ്സിന് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നതിലും നമുക്ക് ഏണിങ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമുക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ, സന്തോഷമുണ്ടാവുകയുള്ളൂ. ഒറ്റയ്ക്ക് നമ്മൾ പണികൾ ചെയ്യുമ്പോൾ യഥേഷ്ടം പണികൾ ചെയ്യാൻ കഴിയും. പങ്കാളി കൂടി ഉണ്ടെങ്കിൽ അതൊരു രസകരമാകുമായിരുന്നു. പക്ഷേ അവൾക്ക് ശനിയും ഞായറും മാത്രമാണ് ക്ലാസ് ഇല്ലാത്തത്. ബാക്കി എല്ലാ ദിവസവും റിട്ടയർമെൻറ്റിന് ശേഷം കോളേജിൽ കുമാരിയായിട്ട് പോവുകയാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. LLBക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, 2ാം സെമസ്റ്റർ എക്സാമാണ്. വൈകുന്നേരം വന്നാൽ പോലും ഒരു ചായ ഉണ്ടാക്കാൻ പോലും സമയമില്ലാത്ത തരത്തിൽ വായനയാണ്. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഓരോ സെമ്മും തോൽക്കാതെ ജയിച്ചു പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. ഫസ്റ്റ് സെമ്മിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി 10th റാങ്ക് ഉണ്ട് അവൾക്ക്. അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പണ്ട് കല്യാണത്തിന് മുമ്പ് MA സോഷ്യോളജി കഴിഞ്ഞതിന് ശേഷം LLB എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഭാര്യ പിന്നെ ജോലിയും കല്യാണവും ഒക്കെ ആയതിനു ശേഷം പിന്നെ അതിന് പോകാനുള്ള നേരം കിട്ടിയില്ല. എറണാകുളത്തായിരുന്നപ്പോൾ ഈവനിങ് കോഴ്സിന് ചേരണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ പ്രാരാബ്ദങ്ങളും കുട്ടികളുടെ വളർച്ചയും ഒക്കെ ആയപ്പോൾ അതും കഴിഞ്ഞില്ല. എന്നാൽ ആ ആഗ്രഹം റിട്ടയർമെൻറ്റിന് ശേഷമാണെങ്കിലും അത് പൂർത്തിയാക്കാൻ ദൃഢനിശ്ചയത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പങ്കാളി. ഞാൻ എല്ലാ സപ്പോർട്ടും, മൗനാനുവാദം പോലെയല്ല, എല്ലാ സപ്പോർട്ടും, ഭക്ഷണം ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങളും വീടുപണികളും എല്ലാം മാക്സിമം സഹകരിച്ച് അവളെ യാത്രയാക്കുകയാണ് രാവിലെ ചെയ്യുക. അതിനുശേഷമാണ് ഞാൻ ഈ പരിപാടികൾക്ക് ഇറങ്ങുക. ഒരാൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്തു പോകുക. ശിഷ്ട ജീവിതത്തിൽ അതല്ലേ നമുക്ക് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൊച്ചു മുറ്റത്തോ അല്ലെങ്കിൽ ഒരല്പം പറമ്പുണ്ടെങ്കിലോ വിശാലമായ പറമ്പുണ്ടെങ്കിൽ യഥേഷ്ടം ചെയ്യുക. ആ കൊച്ചു വട്ടത്തിൽ കണ്ടില്ലേ, മുകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ നട്ട മത്തനാണ്. 2 മത്ത 2 പാത്രത്തിലായിട്ട് 20 ലിറ്റർ പെയിൻറ്റിൻ്റെ ടിന്നിൽ നട്ടു. തല നീട്ടി തുടങ്ങി. ഇനി അവയെ വാർക്കപ്പുറത്തേക്ക് ഇറക്കി നടണം. ഈ കഴിഞ്ഞ ദിവസം 2 കുമ്പളവും 2 ചുരക്കയും വാങ്ങി കൊച്ചു ചട്ടിയിൽ നട്ടുവച്ചിട്ടുണ്ട്. അതും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതുപോലെ വലിയ ബക്കറ്റിൽ മുകളിൽ നട്ടിട്ട് വീടിൻ്റെ കോലായിൽ നിന്നും തെങ്ങിലേക്ക് ഏഷ്യാനെറ്റിൻ്റെ കേബിളുകൾ യഥേഷ്ടം നേരത്തെ പന്തൽ കെട്ടിയത് ഇവിടെ കിടപ്പുണ്ട്. അത് കെട്ടി ആ പന്തലിലൂടെ, ആ കേബിളിലൂടെ കയറ്റി വിട്ടാൽ കുമ്പളവും ചുരക്കയും അതിലൂടെ നടന്നു പോയിക്കോളും. ചുരക്കയും കുമ്പളങ്ങയും അതിലൂടെ തൂങ്ങിക്കിടന്നുണ്ടാകും. പക്ഷെ മത്തങ്ങയ്ക്ക് അത് പറ്റില്ല. മത്തങ്ങ നിലത്ത് തന്നെ ഇടുന്നതാണ് ഏറ്റവും ഉചിതം. അത് വാർക്കപ്പുറത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിലത്ത് നട്ടാൽ എലിയുടെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ആ മത്ത അതിൻ്റെ മുകളിൽ നട്ടിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ കുമ്പളവും ചുരക്കയും ഞാൻ നടും. അങ്ങനെ കൂടെല്ലാം വൃത്തിയാക്കി. ഇടയ്ക്ക് ഒരു പട്ടിക ഒടുങ്ങി പോയിട്ടുണ്ട്. 8 അടി നീളമുണ്ട്. അപ്പോൾ 4 അടി നീളമുള്ള പട്ടിക 2-3 പുറകുവശത്ത് കിടപ്പുണ്ടായിരുന്നത് എടുത്തുകൊണ്ട് വന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആട് വരുമ്പോൾ ആ ഗ്യാപ്പിലൂടെ തലയിടുകയോ അല്ലെങ്കിൽ കാലിടയ്ക്ക് പോവുകയോ, വേച്ച് പോകുമ്പോൾ കാലിടയ്ക്ക് പോയി കാലൊടിയുകയോ ഒക്കെ ചെയ്യും. അത് ഉണ്ടാവാതിരിക്കാനാണ് കൃത്യമായ അളവിൽ പട്ടിക അടിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ആ ഗ്യാപ്പിലുള്ളൊരു പട്ടികയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്നത്തെ കൂടിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ഭംഗിയായി. അതിനുശേഷം അത്യാവശ്യം പുല്ലും ഒക്കെ ചെത്തി വൃത്തിയാക്കി അങ്ങനെ മനോഹരമാക്കി ഇട്ട് കഴിഞ്ഞാൽ ആടെ എന്ന് വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ അവരെ വള്ളിച്ചക്രമെല്ലാം കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ടുവന്ന് കയറ്റാനുള്ള പരിപാടിയാണ്. അങ്ങനെ 2 പട്ടികയും എടുത്ത് ആ ഗ്യാപ്പും ഫില്ല് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അത്യാവശ്യം എല്ലാ ടൂൾസുകളും നമ്മുടെ വീട്ടിലുണ്ടാകണം.
കാരണം ഇത്തരം പരിപാടികൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യം എല്ലാ തരം ടൂൾസുകളും, അതുപോലെ പ്ലംബിങ്ങിനും വയറിങ്ങിനും, കറണ്ട് പോയാൽ അതിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കുക, ഒരു ഉളി, അത്യാവശ്യം വാള്, കട്ടർ എന്ന് വേണ്ട എല്ലാം നമുക്കുണ്ടെങ്കിൽ ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആളെ അന്വേഷിച്ച് പോകേണ്ടതില്ല. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ പട്ടികയ്ക്ക് അടിക്കുമ്പോൾ ആദ്യം ആണി അടിച്ച് മെല്ലെ മെല്ലെ അടിച്ച് കയറ്റിയിട്ട് വേണം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് അത് അടിക്കാൻ കഴിയും. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് ഒറിജിനലായിട്ട്, അതായത് വച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിച്ച് സംസാരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ കണ്ടതിന് ശേഷം പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. എന്തിനാണ് ഒരു പിശയ്ക്ക്? പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും പ്രായമേറിയവരിലേക്കും നിർബന്ധമായിട്ടും ഒന്ന് അയച്ചു കൊടുക്കണം. പ്രായമേറിയവരിലേക്ക് പ്രത്യേകിച്ചും. അത് കണ്ടിട്ട് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കും ഇതെല്ലാം ചെയ്യാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഒരു കറിവേപ്പിലയോ ഒരു വെന്തിട്ടയോ ഒരു ആട്ടുംകുഞ്ഞിനെയോ ഒരു കോഴിക്കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഒരു കിളികളെയോ എന്തെങ്കിലുമൊക്കെ വളർത്തി നേരം പോക്കിന് അവർ തുനിയട്ടെ എന്ന് വേണ്ടിയിട്ടാണ് പ്രായമായവരിലേക്ക് ഇത് അയച്ചു കൊടുക്കാൻ ഞാൻ പറയുന്നത്. അങ്ങനെ അവിടെ ഇവിടെയും നീണ്ടു നിന്ന പലക വച്ചടിച്ചപ്പോൾ നീണ്ടു നിന്നതെല്ലാം കട്ട് ചെയ്ത് മെയിൻ്റനൻസുകളെല്ലാം പൂർത്തിയാക്കി ഇന്നത്തെ പണികൾ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഒരാട്ടും കൂട് മനോഹരമാക്കി ക്ലിയറാക്കി ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ഈ ആട്ടിൻകൂടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും, എൻ്റെ നല്ലവരായ പ്രേക്ഷകർക്ക് പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഏവർക്കും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.